നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചതായി മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ്. 6 മാസം മുൻപ് വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നതുകൊണ്ട് സംഘടനാ സംവിധാനം ഭദ്രമാണ്, സജ്ജമാണ്. പിണറായി ഇസത്തിനെതിരെ ജനങ്ങൾ വിധി എഴുതുമെന്നും ആദ്യ സ്ഥാനാർത്ഥിയായാലും നിലമ്പൂർ തിരിച്ചുപിടിക്കുമെന്നും VS ജോയ്. കേൾക്കാം. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നത് മലപ്പുറം DCC പ്രസിഡന്റായുള്ള VS ജോയിയാണ്. ഈ കോൺഗ്രസിലേക്ക് നിരവധി ആളുകളെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു പരിപാടി കണ്ടു, നിരവധി ആളുകൾ വരുന്നുണ്ട്. അതിനിടയിലാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. എങ്ങനെയാണ് നിയോജക മണ്ഡലത്തിൽ UDFന്റെ തയ്യാറെടുപ്പുകൾ? തീർച്ചയായും ഏത് നിമിഷം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ആ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനാവശ്യം വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിലമ്പൂർ നിയോജകമണ്ഡലം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പായി ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഘടനാ മിഷണറിയുടെ സജീവത ഞങ്ങളെ സംബന്ധിച്ച് 6 മാസം മുമ്പ് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ട് തന്നെ വളരെ കൃത്യമായി സംഘടനാ മിഷണറി അവിടെ സജീവമാണ്, സജ്ജമാണ്. അതിൻ്റെ യോഗങ്ങൾ ചേർന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോവുകയാണ്. അൻവർ UDFനെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അത് മുതൽക്കൂട്ടാകുമോ? എങ്ങനെ വിലയിരുത്തുന്നു? തീർച്ചയായും PV അൻവർ എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഐക്യജനാധിപത്യ മുന്നണിക്ക് വളരെ അനുകൂലമായൊരു അന്തരീക്ഷം ഉണ്ടാക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. UDFനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രധാനമായിട്ടും ഉയർന്നു കേൾക്കുന്നത് ഒന്ന് അങ്ങയുടെ പേരാണ്. രണ്ടാമത് KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. അക്കാര്യത്തിലേക്ക് തീരുമാനമായോ? അങ്ങയെ സംബന്ധിച്ച് വ്യക്തിപരമായി സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? അല്ല, കോൺഗ്രസ് പാർട്ടിയാണ് അതൊക്കെ തീരുമാനിക്കേണ്ടത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ ഒരുപാട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, ഒന്നും രണ്ടുമല്ല, ഒരുപാട് നേതാക്കന്മാർ, അതിന് അർഹതപ്പെട്ട ആളുകൾ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏതായാലും യോഗ്യരായ ആളുകളെ അത് പാർട്ടി നേതൃത്വം കണ്ടെത്തും. തക്ക സമയത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും യോഗ്യനായ ഒരു സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. അതാണ് കോൺഗ്രസിൻ്റെ നടപടിക്രമം. അങ്ങേക്ക് സ്ഥാനാർത്ഥിയാവാനുള്ള ഒരു ആഗ്രഹത്തെ സംബന്ധിച്ച് അത്തരം പ്രചാരണം അവസാനമായൊരു ചോദ്യം അല്ല, ഇപ്പോൾ മണ്ഡലത്തെ സംബന്ധിച്ച് ഇന്നിപ്പോൾ പല റോഡുകളുടെ ഉദ്ഘാടനം PM മുഹമ്മദ് റിയാസ് നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് LDF പറയുന്നത് വികസനം മുൻനിർത്തിയ ഒരു വോട്ട് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എന്തായിരിക്കും പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള മുദ്രാവാക്യം? അതായത് പരാജയ ഭീതി പൂണ്ട CPM ഇപ്പോൾ ചെയ്യുന്നത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പണി തീരാത്ത റോഡുകളുടെയും പാതി വഴിയിൽ മാത്രം നിർമ്മാണത്തിൽ നിൽക്കുന്ന പാലങ്ങളുടെ ഉദ്ഘാടനം തിരക്കിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങളുടെ മുമ്പിൽ ഒന്നുകൂടി CPMൻ്റെ മുഖം വികൃതമാക്കാനും ഒന്നുകൂടി ജനമധ്യത്തിൽ അവരെ പരിഹാസ്യരാക്കാനും കഴിയുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾ പുച്ഛിച്ച് പുറന്തള്ളുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. തീർച്ചയായും ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് UDF സർവ്വസജ്ജമാണ് എന്നുള്ളതാണ് DCC പ്രസിഡന്റായിട്ടുള്ള VS ജോയ് നമ്മളോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീ കർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ P അക്ബർ, റിപ്പോർട്ടർ തിരുവനന്തപുരം. നിലമ്പൂരിൽ VS ജോയ് വലിയ ആത്മവിശ്വാസത്തിലാണ്. മാത്രമല്ല നിലമ്പൂരിൽ ലിസ്റ്റുകാരിൽ ആദ്യ പേര് VS ജോയ് ആണോ എന്ന് പോലും നമുക്ക് ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ടി വരും. VS ജോയിയുടെ ശരീരഭാഷയിൽ നിന്ന് അത് പ്രകടമാവുകയും ചെയ്യുന്നുണ്ട്.